വേറെ ആരോട് എന്തോ സംസാരിച്ചപ്പോൾ അവർ വിശേഷം ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞു. ഇവളിങ്ങനെ നിന്നിട്ടുണ്ട് തട്ടണം. ഞാൻ എന്താ ഞാൻ UKG പാസ്സായി എന്ന് പറ. UKG പാസ്സായി എന്ന് പറയാൻ പഠിക്കും കേട്ടോ. ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമാണോ അതോ ഇങ്ങനെ? ആ സ്കൂളിലെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഒന്നും പഠിപ്പിക്കരുത്. മാതാപിതാക്കളോട് പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു. ഓക്കെ, നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരട്ടെ, അവരെന്താ പഠിച്ചതെന്ന് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുള്ള. പക്ഷെ അവിടുത്തെ കുട്ടികളൊക്കെ നമ്മൾ ഇവരൊന്നും പഠിക്കണമെന്ന് കാണില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ഹോംവർക്ക്. പക്ഷെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇവക്കുള്ള പണിയാണ്. അത് എല്ലാ മാതാപിതാക്കൾക്കും അത് കൂടുതൽ അമ്മമാരാണ്. ഇപ്പൊ കണ്ടില്ല, അത് വരച്ച് അതൊട്ടിച്ച് ഇത് വെച്ച്. ചേച്ചി ആയിരിക്കും അല്ലേ ഇരുന്ന് ചെയ്യുന്ന? കാരണം ഇല്ല, കാവ്യ ചേച്ചി കാവ്യാണ് ചെയ്യുന്നത്. വിചാരിച്ചു ഇവളുടെ ചേച്ചിയാന്ന് വിചാരിച്ചു മീന. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപേണ്ണ, കാരണം കാവ്യ ചേച്ചീനെ അത്രയും സ്കൂൾ കാലം തൊട്ട് കണ്ട ഒരാളാണ് ദിലീപ്. പിന്നെ ഇതാ ഭാര്യയായി, ഇപ്പൊ അമ്മയായി ചേച്ചി, ഇപ്പൊ കാവ്യ ചേച്ചി. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നോക്കി കാണുന്നു ദിലീപ്? വളർന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ അമ്മയായപ്പോ ഭയങ്കര റെസ്പോൺസിബിൾ, ഒരല്പം വഴക്കൊക്കെ പറയുന്ന ഒരു അമ്മയായോ ചേച്ചി, അതോ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയാണോ? സോഫ്റ്റ് ഒന്നുമല്ല, പെട്ടെന്ന് അത് പണ്ട് തുടങ്ങി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പം അത് ഞാൻ പറയാം, കൊച്ചുങ്ങളെ തല്ല്, അങ്ങനെ വഴക്ക് പറ അങ്ങനെയും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പിള്ളേർക്കൊക്കെ നമ്മൾ ഏത് കുട്ടികളാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവും. അല്ല തല്ലുപിടുത്തം അങ്ങനത്തെ പരിപാടി മീനുട്ടിനെ ഇന്നവരെ തല്ലിയിട്ടില്ല. ഇപ്പം മീനുട്ടി പഠിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി. പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇന്നവരെ തല്ലിട്ട് വന്നിട്ടില്ല. അവളെ വളരെ ഇതായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് മനസ്സിലാവും, ടോൺ മാറിയാൽ മനസ്സിലാവും. അപ്പം അതുമല്ല, നമ്മൾ പല കുട്ടികൾ കുസൃതികൾ തന്നെയാണ്. ഇവക്കൊരടി കൊടുത്തിട്ടുണ്ട് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എടുത്തു വാരും, പക്ഷെ പിന്നീട് എടുത്തിട്ടില്ല. ആരെ പോയിട്ട് പുറകെ പോയിട്ട് പിടിക്കുക. അപ്പൊ ആദ്യം തുടരുന്ന് പറഞ്ഞു, പക്ഷെ നോക്കിയിട്ട് പിന്നെയും പോവുക. അപ്പോ അതോടെ അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു ദിലീപേട്ട ഭയങ്കര നേരം പോക്കായിരിക്കും ആളും കൂടെ ഉള്ള സമയത്തൊക്കെ. കാരണം വെച്ചാൽ ഞാൻ മീനാക്ഷി ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാല് എനിക്കത് മിസ് ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ സിനിമകൾക്ക് ഭയങ്കര ഹിറ്റുകളും, ഞാൻ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമയുടെ പുറകെ പോകല. അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ആ 2-3 വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും മിസ്സിങ് തന്നെയാണ്. അതെനിക്ക് ഇവിടെ കിട്ടി. കാരണം ആ സമയത്ത് ശരിക്കും കോവിഡ് എല്ലാം ആയിരുന്നപ്പോൾ എനിക്ക് അതിൽ വേറൊരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1.5 വർഷം പുറത്തേക്ക് പോകുന്നില്ല നമ്മളാരും. പിന്നെ ഞാൻ പോയത് നാദൃശ്വരം മോളുടെ ഐഷുവിൻ്റെ കല്യാണത്തിനാണ് പോയത്. പക്ഷെ ദൈവാനുഗ്രഹിച്ച് അപ്പൊന്നും എനിക്ക് വീട്ടിൽ ആർക്കും കോവിഡ് കിട്ടിയില്ല. അത്രയും ക്രൗഡിൻ്റെ ഇടയിലാണ് നമ്മൾ പോയിരുന്നത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ആ കല്യാണം. അപ്പൊ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ അതിൻ്റെ ഇതിൽ നിൽക്കണം. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെയാണല്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ എവിടെയോ ഒരു എന്തിനോ ഫംഗ്ഷന് പോയപ്പോഴാണ് എനിക്ക് കിട്ടിയോ എന്നൊരു സംശയം. ഞാനാണെങ്കിൽ അങ്ങനെ എല്ലാവരെ കുറിച്ച്, കാരണം ഞങ്ങൾ 10-13 പേര് ഒരു വീട്ടിലാണ്. അപ്പോൾ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് മഞ്ഞളൊക്കെ മുക്കി മറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുക്കളയിലേക്കൊക്കെ പോണത്. അത് അങ്ങനെയൊക്കെ ഒരാളെ തൊട്ടപ്പം തന്നെ ഇത് അടിക്കുക. കൊച്ചൊക്കെ ശീലമായി, ജനിച്ചപ്പം തുടങ്ങി ഈ സാധനമൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ ഇത് കാണിക്കുന്നതാണ്. ഇങ്ങനെയായി. അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്നു ഇത് വീട്ടിൽ കോവിഡ് ഞാൻ കൊണ്ടുവന്നു. അത് ഞാനാണ്. എന്നിട്ട് എല്ലാവരും ചിരി തുടങ്ങി, ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ മറ്റത് പറഞ്ഞ മാതിരി ഐഡിയ എൻ്റെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അലൻസിയറായിട്ടല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് എല്ലാവരും ചിരിക്കുമ്പോ എന്താടാ ഉള്ള സംഭവം. അങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമേ. അപ്പൊ ഈ ചെറുതും പെട്ടു, ചെറുതിനും പിടിച്ചു. അപ്പൊ പാവം 21 ദിവസം ഞങ്ങളുടെ ഒരു മുറിക്കകത്ത്. അപ്പൊ 21 ദിവസം ഇരുന്നിട്ടാണ് പോയത്. അന്നൊക്കെ 21 ദിവസം ക്വാറന്റൈൻ ആയിരുന്നു അല്ലേ ഏട്ടാ? ശരിക്കും നമ്മളെന്താ വെച്ചാൽ അമ്മയുണ്ട്, താഴെ അമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊരു കുഴപ്പം, അമ്മയ്ക്ക് പ്രായമുള്ളതല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊന്നും ഇയാളുടെ ഇതിനകത്ത് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കിയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഇവരിങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കലും ഒക്കെ ഉണ്ടല്ലോ. രണ്ട് ആ സമയത്താണ്. അതുകൊണ്ട് വെച്ചാൽ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ. തങ്കമണിയുടെ റിലീസിനെ പറ്റിയൊക്കെ മഹാലക്ഷ്മി, മീനാക്ഷി ഒക്കെ എന്നാ പറയുന്നു കേട്ടോ അവര്? അല്ല, എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്ന മീനാക്ഷി ശരിക്കും നല്ല ആസ്വാദകയാണ്. ഇപ്പൊ എല്ലാ സിനിമകൾ കാണും,
സിനിമയിൽ ലിമിറ്റഡ് ആയിട്ട് മീനാക്ഷി സംസാരിക്കാറുള്ളൂ, അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വളരെ സൈലന്റ് ആണ്. എല്ലാ സ്ഥലത്തും കൂടുതൽ ലിസണറാണ്. എന്റെ പോലെയുള്ള ആള് തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം കാവ്യയുടെ ഇവക്കുള്ളത്. അവള് ചെന്ന എവിടെയും ഭയങ്കര വർത്താനവും ആ ഏരിയ മൊത്തം അവളുടെ ഏരിയയിലാക്കി കളയും. എല്ലാ തമാശയൊക്കെ പറഞ്ഞ എല്ലാവരും അവളായിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കളയും. അത് തന്നെയാണ് ഇവളുടെ സംഭവം. നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് ആൾക്കാരാ ശരിക്കും പറഞ്ഞു. അല്ല എന്തായാലും അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബാലൻസ് ആയി. ഇപ്പൊ ദിലീപേട്ടന് വേണ്ടി ഇതേ വെജ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നേ. കഴിക്കട്ടെ, അതിന്റെ ഇടയിൽ ഞാൻ ആണ്. അല്ല ദേയ്പുട്ടില് ഫുഡിന്റെ കാര്യം പറയണം. ഇവിടെ ഒരു ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് ഇവിടെ ദേയ്പുട്ടിലുള്ളത്. കാരണം ഞാനും കെട്ടിയനും കൂടെ വന്നാൽ ദിലീപേട്ട പുള്ളി എപ്പോഴും കഴിക്കുന്ന ഇലയിലൂണാണ്. ഇവിടുത്തെ ഇലയിലൂണ്. ആ ദിലീപേട്ട ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? പണ്ട് എനിക്ക് അങ്ങനെ ഒന്നിലൂടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിലൂടെ നല്ല ടേസ്റ്റ് ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് ഇവിടെ ഈ പുട്ടുകട തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ കഴിച്ചിരുന്നത് പുട്ടും മാമ്പഴമാണ്. പുട്ടും മാമ്പഴവും. ഈ പുട്ടിന്റെ കൂടെ മാമ്പഴം പഴം പോലെ നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല രസമാണ് കുഴച്ച് കഴിക്കാൻ. അതുപോലെ നല്ല ചൂട് പുട്ടിന്റെ കൂടെ പാലും പഞ്ചസാരയും ഒക്കെ നല്ല ടേസ്റ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പുതിയ പുതിയ വെറൈറ്റി, ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചിക്കനും പ്രോൺസും അത് എന്തൊക്കെ ഡിഷ് ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡിഫറെന്റ് കോംബോകൾ നമ്മൾ ശ്രമിച്ചു നോക്കുന്നു. മില്ലറ്റ് പുട്ടുണ്ട് ഇവിടെ. മില്ലറ്റ് പുട്ട്, വീറ്റ് പുട്ട്, റാഗി പുട്ട്, ഓട്സ് പുട്ട്. അപ്പൊ ആരേത് പ്രായത്തിൽ വന്നാലും ഇപ്പൊ ദിലീപേണ്ട സിനിമകൾ നമ്മൾ പറയില്ലേ, പ്രായഭേദം അതാണ്. പ്രായഭേദമന്യേ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് ക്ലീൻ നീറ്റ് ഫാമിലി എന്റർടൈനർ ആയിരിക്കും ദിലീപേട്ടന്റെ പടങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് ദേയ്പുട്ടിന്റെ കാര്യവും. ആര് വന്നാലും ഇവിടെ കഴിക്കാനുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ ദിലീപേട്ട ഞാനൊരു ചെറിയ സെഗ്മെന്റ് ആണ്, വേറെ ഒന്നല്ല. നമ്മള് പുട്ടും ഇല്ല ഫോണാണ്. ഇപ്പോ നമ്മൾ ഫുഡ് റിലേറ്റഡ് ആണ്, തങ്കമണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ ദിലീപേട്ട ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ 4 ചോദ്യം ചോദിക്കാൻ പോവാണേ. ദിലീപേട്ടൻ എന്താന്ന് പറയണം. കടങ്കഥകളാ പണ്ടത്തെ മലയാളത്തിലെ. അതെന്താണ്? എല്ലാം ഫുഡാണ്. ഇതിന്റെ ആൻസർ വരുന്ന എല്ലാം ഫുഡാണ്. ദിലീപേട്ടന് കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. ഫുഡാണ്. അത് മാത്രമേ ഉള്ളൂ ക്ലൂ. ഡോണ്ട് ആസ്ക് മീ എനി അതർ ക്ലൂ. 100 ഓട്ട. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. അയ്യോ, അറിയാം ദിലീപേട്ടന് എന്താണേലും ഇത് അറിയാൻ പറ്റും. ആർക്കെങ്കിലും എന്താ പറയാ, ഞാൻ ഈ സമൂഹത്തിലുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഓട്ട് കിടുന്ന വിഷയങ്ങളൊന്നും ആലോചിച്ച് സമയം കളയാറില്ല. അപ്പൊ അതുകൊണ്ട് സ്വയം പറയുന്നതായിരിക്കും നല്ലത്. ദോശ 100 ഓട്ട. കുറെ ഓട്ടകൾ വരത്തില്ല കേട്ടാ ഇങ്ങനെ പൊള്ളി വരുമ്പോ. അങ്ങനെ പറയാൻ പറ്റൂല. അല്ലല്ല, അങ്ങനെ ഓട്ടമൊന്നും വരുമൊന്നുമില്ല. അതിന്റെ മേളില് അങ്ങനെ വന്നേക്കാം. അത് ഫുൾ അത് എല്ലാ ദോശക്കൊന്നും വരാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ കൊണ്ടുത്തരാൻ കാണിച്ചുതരാം. അല്ല മറ്റേ ഇങ്ങനെ കുമ്പള പോലെ ഇങ്ങനെ. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റൊന്നുമില്ല. അങ്ങനെ ദോശക്ക് ഓട്ടയാണെങ്കിൽ എങ്ങനെ ശരിയാവണത്? അങ്ങനെയല്ല, ഇതിലിപ്പം അങ്ങനെ ദോശയിൽ ചട്നി ഒഴിച്ചു കഴിഞ്ഞാൽ ചട്നി താഴെ പോട്ടെ അല്ലേ? ശരിയാണല്ലേ? അപ്പൊ പിന്നെ അത് മാറ്റി പഠിക്കണം. ശരി. അടുത്തത് അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി. ചേട്ടാ സീരിയസ് ചോദ്യം. ഞാൻ ഒന്നാമത് ഈ ജാതി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ഞാൻ പിടിക്കില്ല. ഇതാ അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. നമ്മുടെ അച്ഛൻ അപ്പൂപ്പനൊക്കെ പിള്ളമാരാണ്. നമുക്ക് ഈ നായമാരുടെ വിഷയം നമുക്ക് അത്ര പിടിയില്ല. ഇത് ദിലീപേട്ട അറിയാം, ഇത് പറഞ്ഞേ പറ്റൂ. എന്താണ് ഒന്നുകൂടി പറഞ്ഞു? അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കിയ എന്താണത്? പപ്പടോ? എന്താണ്? പുട്ട്. അതാണത്. ഒന്നുകൂടി ചോദിക്കാം. അത് പുട്ട്. ഇനി വളരെ എളുപ്പമാണ്. അരിപ്പുള്ളി നായര് ക്ലാരിറ്റി പറയണം എല്ലാത്തിനും. അരിപ്പുള്ളി നായര്
അരിപ്പുള്ളി എന്ന് പറഞ്ഞാൽ അരിമാവ്, അരിപ്പൊടി. പുള്ളി എന്ന് പറയണ അതെനിക്കറിയില്ല കേട്ടാ. ഒരു കാര്യം പറയുമ്പോ അതിന് വ്യക്തമായിട്ട് അറിവുണ്ടാവണം. അരിപ്പുള്ളി നായര്, പിന്നെ അടുത്തത് തേങ്ങാപ്പുള്ളി നായര്. പുള്ളിയായിട്ട് എന്താ ഇതാണ് ബന്ധം? പുള്ളി എന്ന് പറയുമ്പോ കാക്കപ്പുള്ളി, അങ്ങനത്തെ പുള്ളി പോലത്തെ നമ്മൾ മറ്റേ പുള്ളി എന്നൊക്കെ പറയില്ല, ആ പുള്ളി ഈ പുള്ളി, അങ്ങനത്തെ പുള്ളിയാണ് ഇതില്. അപ്പൊ അരിപ്പുള്ളിയും തേങ്ങാപ്പുള്ളിയും. എന്നിട്ട് പുള്ളി നായരും ചെന്ന് മുളപ്പുള്ളി കുത്തുന്ന ആളാണ് നായര്. പിന്നെ എല്ലാരും നായന്മാരാ. ശരി ചേട്ടൻ വെറുതെ ഇത് വർഗീയത. മുളപ്പുള്ളി നായർ, അത് മുളയായിരിക്കും ഉദ്ദേശിക്കുന്നത്. മുളയിന്റെ അകത്ത് മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു, കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി എല്ലാ നായന്മാര്. അപ്പൊ ലാസ്റ്റ് കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. ഇതെവിടെ കറക്റ്റ് ആയിട്ടാ? പുട്ടാണ് കേട്ടോ. അത് വരവെച്ചു. ഞാൻ പുതിയൊരു ഐറ്റം പഠിച്ചു. പുതിയൊരു കാര്യം പഠിച്ചു. ഇനി അടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്. പറഞ്ഞു ചോദ്യം ചോദിച്ചാ പോരെ? ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ശാശി ശുമ്മ കെട ശപ്പൻ നായരുടെ മേലെ ചോദിക്കുന്നില്ലെങ്കിൽ ചിലപ്പോ ദിലീപേട്ടനെ കൊല്ലും. ശാശി ശുമ്മ കെട ശപ്പൻ നായരുടെ മേലെ കെട. ഇത് പണ്ടേട്ടാ, ഇപ്പൊ 1986 നമ്മുടെ സംഘടനയുടെ കാര്യം പറഞ്ഞ പോലെ പണ്ട് നമുക്ക് വംശനാശം വന്ന്. എനിക്ക് അത്ര ഏജ് ഇല്ല, അതുകൊണ്ട് എനിക്ക് പിടികിട്ടണല്ലോ ഇതെന്താന്ന്. ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇത് വേറൊന്നല്ല കേട്ടോ. അതിന്റെ ശപ്പൻ നായരുടെ മേലെ കെട എന്ന് പറയുമ്പോ നമ്മുടെ കടുക് താളിച്ച് ഒഴിക്കുന്നതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കൂറപ്പേരുകൾ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളേ. ഇത് ശാശി ശുമ്മ കെട. ഞാൻ പറയുന്നില്ല. ഇത് കടുക് താളിച്ച് പുറത്തൊഴിക്കുന്നത്, കറിയുടെ പുറത്തൊഴിക്കുന്നതിനെയാണ് അത് പറയുന്നത്. അതൊക്കെ പണ്ട് അന്യം നിന്ന് പോയതാ. ഒരെണ്ണം കൂടെ ഉള്ളു, ഇത് പറയാൻ പറ്റുന്നില്ല. വേണം. പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാലൊരു കൊട്ട. പച്ചയ്ക്കൊരു കെട്ട് പപ്പടം. കറക്റ്റ്. ഇത്രയേ ഉള്ളൂ. ദിലീപേട്ടൻ അറിയൊക്കെ ചെയ്യാം കേട്ടോ. ചുമ്മാ അല്ല, ഞാൻ അറിഞ്ഞത് പെട്ടെന്ന് പറഞ്ഞ പിന്നെ കാര്യമില്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ എന്റെ വായിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കേൾക്കാനാണല്ലോ പറയണത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരിക്കലും ദിലീപേട്ട ഒരിക്കലും ഇല്ല. നമ്മൾ എത്രയോ വേദികളിൽ നിന്നിട്ട് ഞാൻ അമിതമായി കളിയാക്കിയിട്ടുള്ളതാണ്. എന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളൊരു സ്റ്റേജിൽ ദിലീപേട്ട എൻട്രിക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടിയ ഒരു ഇവന്റ് കൂടിയായിരുന്നു ഞങ്ങളുടെ. മാമാങ്കം എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഒരു ഇവന്റ്. ദിലീപേട്ടൻ ഡാൻസ് കളിച്ചോണ്ടാ വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് അസാധ്യമായിട്ടാണ് ഡാൻസ് ചെയ്തത്. ശരിക്കും പറഞ്ഞ ഡാൻസ് ക്ലാസ്സിൽ എവിടെയെങ്കിലും ദിലീപേട്ടൻ പോയി പുറത്ത് പോയി ഓസ്ട്രിയ, ഇംഗ്ലണ്ട് എവിടെയെങ്കിലും പോയി ഡാൻസ് പഠനം നടത്തിയിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടാവും. ഞാൻ മോശപ്പെട്ട ഡാൻസർ തന്നെയാണ്. എനിക്ക് ഡാൻസ് ഒന്നും അറിയൊന്നുമില്ല. അല്ലല്ല, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് മാസ്റ്റർമാരുടെ എടുക്കാം. ഞാൻ ഇതൊക്കെ നമ്മള് പണ്ട് സിനിമയിൽ ഇങ്ങനെ നടനാവുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. ഡാൻസും ഫൈറ്റും ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആഗ്രഹം കൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പിന്നെ ആ സമയത്ത് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മലയാള സിനിമയുടെ എവർഗ്രീൻ കോംബോയാണ് കാവ്യയും ദിലീപും. ദിലീപ് കാവ്യ ജോഡികളുടെ സിനിമകൾ എല്ലാം ഹിറ്റായി മാറിയിട്ടുണ്ട്. ഒരു സമയത്തിന് ശേഷം ഇവർ ജീവിതത്തിലും ഒന്നായപ്പോൾ ആരാധകർക്കും അത് സന്തോഷം തന്നെയായിരുന്നു. ഇരുവർക്കും ഇപ്പോൾ ഒരു മകൾ കൂടിയുണ്ട്, മഹാലക്ഷ്മി എന്ന മാമാട്ടിക്കുട്ടി. കാവ്യ ഇപ്പോൾ അമ്മ റോളിൽ തിളങ്ങുകയാണ്. മാത്രമല്ല തന്റെ ബൊട്ടീക്കായ ലക്ഷ്യയുടെ ബ്രാൻഡ് അംബാസിഡറായി പല വസ്ത്രങ്ങളിൽ മോഡലായും ഇപ്പോൾ കാവ്യ മുന്നോട്ട് വരുന്നുണ്ട്. കാവ്യ എന്നാൽ ഇത്തിരി മുൻചുണ്ടിയുള്ള ആളാണെന്നാണ് ദിലീപ് പറയുന്നത്. കാവ്യയ്ക്ക് പണ്ടേ കാവ്യ സ്കൂൾ കാലം തൊട്ടേ അറിയുന്ന ആളാണ് ദിലീപ്. കുട്ടിക്കാലം മുതൽ കാണുന്ന ആളായതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന കാര്യം ദിലീപിന് അറിയാം. അതുമാത്രമല്ല കാവ്യയോട് കുട്ടികളെ തല്ലി വളർത്തരുത്, പറഞ്ഞ് മനസ്സിലാക്കി വേണം വളർത്താൻ എന്ന് പറയാറുണ്ട്. മീനാക്ഷി ഇന്നുവരെയും താൻ തല്ലിയിട്ടില്ല എന്നുകൂടി പറയുകയാണ് ദിലീപ്. മീനാക്ഷിയെ പോലെയല്ല മാമാട്ടി, അല്പം കുസൃതിക്കാരിയാണ്. ചെറിയ വായിൽ വലിയ വർത്തമാനമാണ് മാമാട്ടിക്ക്. രണ്ട് മക്കളെയും ഒരുപോലെയാണ് കാണുന്നതെന്നും ദിലീപ് പറയുന്നു.